എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കടന്ന് അവിടം സമരവേദിയാക്കിയ വൈദികർക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കൊടുത്തു. 2025 ജനുവരി 9 തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി മുന്നറിയിപ്പില്ലാതെ നൈപുണ്യ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ ക്ലാസ് മുറികളിലൂടെ അതിക്രമിച്ച് അതിരൂപത കേന്ദ്രത്തിലേക്ക് കടക്കുകയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരത്തെ സമരവേദിയാക്കി മാറ്റുകയും ചെയ്ത 21 വൈദികരിൽ നേതൃത്വം നൽകിയ 6 പേർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കൊടുത്തത്. അതിരൂപത ആസ്ഥാനത്തെ സമരവേദിയാക്കാതെ എത്രയും വേഗം പിരിഞ്ഞു പോകണമെന്നും അല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നുവരുന്ന മെത്രാന്മാരുടെ സിനഡ് മുന്നറിയിപ്പ് നൽകിയിട്ടും പിരിഞ്ഞു പോകാതെ സമരം തുടരുന്നതിനാലാണ് നടപടി എടുക്കേണ്ടതായി വന്നത്. അന്വേഷണ വിധേയമായി അവരെ വൈദികനെടുത്ത ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും മുടക്കിയിരിക്കുകയാണ്. അതിക്രമിച്ചു കടക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, ഫാദർ രാജ് പുന്നക്കൽ, ഫാദർ ജെറി ഞാളിയത്ത്, ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, ഫാദർ പോൾ ചിറ്റിനപ്പിള്ളി, ഫാദർ അലക്സ് കരിമഠം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റു 15 വൈദികർക്ക് നടപടി സ്വീകരിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന നിർദ്ദേശത്തോടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. സസ്പെൻഷനിലായിരുന്ന കാലയളവിൽ അവർക്ക് ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഇടവകകളിലോ സ്ഥാപനങ്ങളിലോ തുടരുവാൻ കഴിയില്ല. പരസ്യമായി ബലിയർപ്പിക്കുന്നതിനോ കൂദാശകളും കൂദാശ അനുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നതിനോ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. മറ്റു പള്ളികളിൽ തിരുനാളുകളിലോ വിവാഹം മുതലായ ചടങ്ങുകളിലോ സഹകാർമ്മികരോ ആകുന്നതിനും അനുവാദമുണ്ടായിരിക്കുന്നതല്ല. അവർക്ക് താമസിക്കുന്നതിന് നിശ്ചയിച്ചു നൽകിയിട്ടുള്ള സ്ഥലത്തു മാത്രം അവർ താമസിക്കേണ്ടതുമാണ്. അതിരൂപത ആസ്ഥാനം കയ്യേറി സമരവേദിയാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണ്. അതിരൂപത ആസ്ഥാനത്തിന്റെ ചുറ്റുമതിലുകളുടെ കവാടങ്ങളും മന്ദിരത്തിനകത്തെ പാസേജുകളും താഴിട്ട് പൂട്ടി കൂരിയാംഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും ക്യാമറകൾ മറച്ചുവെച്ച് കൂരിയ അംഗങ്ങളുടെ മുറിയുടെ വാതിലുകൾ തട്ടിയും ബഹളം വെച്ചും ജോലിക്ക് തടസ്സമുണ്ടാക്കിയും വൈദികർക്ക് യോജിക്കാത്ത വിധം സമരക്കാർ പെരുമാറിയതും അപലപനീയമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത പബ്ലിക് റിലേഷൻ ഓഫീസർ ഫാദർ ജോഷി പുതുവ അറിയിച്ചു.